എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ നാടൻ ഇനങ്ങളിൽ ഒന്നായ സഹ്യവാൾ പശുക്കളെ പറ്റി ഇന്നറിയാം. പാലിന്റെ കാര്യത്തിലും ശരീരഘടനയിലും ചൂടുള്ള കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്ന കാര്യത്തിലും സഹ്യവാൾ പശുക്കൾക്ക് പ്രത്യേകതകൾ ഏറെയുണ്ട്. സഹ്യവാൾ പശുക്കളുടെ ഉദ്ഭവം ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രദേശത്തുള്ള സഹ്യവാൾ എന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഈ പശുക്കൾക്ക് സഹ്യവാൾ എന്ന് പേർ ലഭിച്ചു. സാധാരണയായി സഹ്യവാൾ പശുക്കൾക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് കാണപ്പെടുന്നത്. എന്നാൽ ചില പശുക്കളിൽ ചെറിയ നിറവ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം. ശരീരഘടന നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ശക്തമായ ശരീരമാണ് ഇവയ്ക്കുള്ളത്. പശുക്കൾക്ക് സാധാരണയായി 350 മുതൽ 450 വരെ ശരീരഭാരമുണ്ടാകുമ്പോൾ ആൺകാളകൾക്ക് 500 കിലോയ്ക്ക് മുകളിലായിരിക്കും ഭാരമുണ്ടാകാറ്. സഹ്യവാൾ പശുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ പാലുൽപാദന ശേഷി. നല്ല പരിപാലനവും തീറ്റയും ലഭിച്ചാൽ 305 ദിവസം കൊണ്ട് തന്നെ 3000 മുതൽ 4000 ലിറ്റർ പാൽ വരെ അളക്കുവാൻ ശേഷിയുണ്ട് നമ്മുടെ സഹ്യവാൾ പശുക്കൾക്ക്. മികച്ച ജനിതക ശേഷിയുള്ള ചില പശുക്കൾ ഇതിൽ കൂടുതൽ പാൽ നൽകാറും ഉണ്ട്. മറ്റൊരു പ്രധാന പ്രത്യേകത ചൂടുള്ള കാലാവസ്ഥയോട് ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൽ സഹ്യവാൾ പ്രിയപ്പെടാൻ കാരണം. നമ്മുടെ കേരളം പോലെ ചൂടും ഈർപ്പവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ വിദേശ ഇനങ്ങളെക്കാൾ ചില നാടൻ ഇനങ്ങൾക്ക് പൊരുത്തപ്പെടുവാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നുണ്ട്. ഗീർ പോലെയുള്ള ഇനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണല്ലോ. ഈ കൂട്ടത്തിൽ പെടുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ സഹ്യവാൾ. അതുപോലെ തന്നെ പൊതുവെ നല്ല രോഗപ്രതിരോധ ശേഷി കാണിക്കുന്ന ഇനവും കൂടിയാണ് സഹ്യവാൾ. എന്നാൽ ഏത് പശുവിനെയും പോലെ സഹ്യവാൾ പശുക്കൾക്കും നല്ല തീറ്റ, ശുദ്ധമായ ജലം, കൃത്യസമയത്തുള്ള വാക്സിനേഷൻ, വെറ്റിനറി പരിചരണം തുടങ്ങിയവയെല്ലാം ആവശ്യമാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ തൊഴുത്തിൽ നിങ്ങളുടെ ജേഴ്സിക്കോ HFനോ ഒക്കെ സഹ്യവാൾ 7 കുത്തിവെച്ചിട്ടുണ്ടോ? കുത്തിവെച്ചിട്ട് ഇറങ്ങിയ കുട്ടികൾ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ പാലുൽപാദനത്തിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെട്ടു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്നോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? പാലിൽ നല്ല ഫാറ്റ് ലഭിക്കുന്ന നാടൻ ഇനങ്ങളുടെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഇനമാണ് നമ്മുടെ സഹ്യവാൾ. എന്തെല്ലാം പറഞ്ഞാലും ഒരു കാര്യം ശ്രദ്ധിക്കണം. സഹ്യവാൾ പശുക്കൾ എത്ര പാൽ തരും എന്നത് ബ്രീഡിംഗ് മാത്രം നോക്കി നമുക്കൊരിക്കലും തീരുമാനിക്കാൻ സാധിക്കുകയില്ല. പശുവിൻ്റെ ജനിതക ശേഷി, പ്രായം, പ്രസവങ്ങളുടെ എണ്ണം, തീറ്റയുടെ ഗുണനിലവാരം, ശരീരഭാരം, ആരോഗ്യസ്ഥിതി, പരിപാലനം ഇവയെല്ലാം പശുക്കളുടെ പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല സഹ്യവാൾ പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കളുടെ പാൽ റെക്കോർഡ്, പശുവിൻ്റെ സ്വന്തം പാൽ റെക്കോർഡ്, ശരീരഘടന, ആരോഗ്യസ്ഥിതി, പ്രസവ ചരിത്രം ഇവയെല്ലാം നോക്കി വേണം ഒരു പശുവിനെ നമ്മൾ എടുക്കുവാൻ. എങ്ങനെ നോക്കിയാലും നല്ല പാലുൽപാദനവും ചൂടിനോട് പൊരുത്തപ്പെടാനുള്ള കഴിവും നല്ല ശരീരഘടന, നാടൻ ഇനത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും കാണാൻ കഴിയുന്ന ഒരു ഇനമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം സഹ്യവാൾ പശു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്